കേരളത്തിന്റെ രാഷ്ട്രീയ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്നതിൽ എക്കാലത്തും വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ളത് നമ്മുടെ ക്യാമ്പസുകളാണ്. വോട്ടെണ്ണി കഴിയുമ്പോൾ കേരളം ആർക്കൊപ്പം നിൽക്കും? ഭരണ തുടർച്ചയോ ഭരണമാറ്റമോ? കേരളത്തിന്റെ യുവ മനസ്സ് എന്താണ് ചിന്തിക്കുന്നത് എന്നറിയാൻ ക്യാമ്പസ് മാസ് ഇന്ന് എത്തിയിരിക്കുന്നത് എറണാകുളം ആദിശങ്കര ബി.എഡ് കോളേജിലാണ്. കാണാം അവിടുത്തെ വിശേഷങ്ങൾ. മെയ് 4-ന് കേരളത്തിൽ പുതിയുഗ പിറവിക്ക് തുടക്കമിടുമെന്നാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയം കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് പ്രധാനമായിട്ടും അവരുടെ ഒപ്പീനിയനും അഭിപ്രായങ്ങളും എല്ലാം ചോദിച്ചിട്ട് വരാം. ഇവിടെ എന്നാ പരിപാടി? ഇവിടെ സെക്കൻഡ് ഇയേഴ്സിന്റെ ഫെയർവെൽ പാർട്ടിയാണ്. പല കൊടിയൊക്കെ കെട്ടിയിട്ടാണ്. കൊടിയല്ല, അലങ്കാരപ്പണികളാണ്. മറ്റേ ഇലക്ഷൻ വരാൻ പറഞ്ഞോ? എങ്ങനെ തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ? ഇപ്പൊ 2 കൊല്ലമായാലും ഒരേ സർക്കാർ തന്നെ ഭരിക്കണം. പ്രത്യേകിച്ച് അങ്ങനെ ഗുണങ്ങൾ ഉണ്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. ആകെ ട്രാൻസ്പോർട്ടേഷൻ ഫീൽഡിൽ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ആദിശങ്കര ബി.എഡ് കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥികൾക്ക് ഫെയർവെൽ കൊടുക്കുന്ന ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ കണ്ടതുപോലെയൊക്കെ കുട്ടികളൊക്കെ അതിൻ്റെ തിരക്കിലൊക്കെയാണ്. അതിൻ്റെ ഇടയിലും അവർ കുറച്ച് സമയം കണ്ടെത്തി അവർക്കും അവരുടേതായ കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും, അവർക്കും അവരുടേതായ രാഷ്ട്രീയങ്ങൾ പറയാനുണ്ടാവും. ഇപ്പോൾ 10 വർഷമായല്ലേ ഒരേ സർക്കാർ തന്നെ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 10 വർഷത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ അപാകതകൾ തോന്നിയിട്ടുണ്ട്? നല്ലതുണ്ട്, ചീത്തയുണ്ട്. ഈ ഒരു 10 വർഷക്കാലത്ത് കുറേ നേതാക്കന്മാർ വരുവോ പോവുകയോ ഒക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ടൊരു നേതാവാരായിരിക്കും? അങ്ങനെയൊന്നുമില്ല. ഇഷ്ടപ്പെട്ട മന്ത്രി? എനിക്ക് പിണറായി വിജയൻ സാറിന് ഇഷ്ടമാണ്. അപ്പം എല്ലാവർക്കും വലിയ അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ലല്ലോ. അപ്പോൾ നല്ലൊരു ഭരണം, ഇത് തുടർ ഭരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. 10 ഇയേഴ്സായിട്ട് ഇവർ തന്നെയല്ലേ ഭരിക്കണത്. അപ്പോൾ ഇനി അപ്കമിങ് ഇയറിൽ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അവിടെയും കുറച്ച് കുട്ടികൾ നിൽക്കുന്നുണ്ട്. നമുക്ക് അവരുടെ അഭിപ്രായം കൂടി ഒന്ന് ചോദിച്ചു നോക്കാം. എന്താ ഗോപികുമാരൻ നടുക്കൊരു കൃഷ്ണനൊക്കെ? എന്താ ഡാൻസ് പ്രാക്ടീസ് ആണോ? നീയാണോ കൃഷ്ണൻ? അല്ല, ഫെയർവെൽ അടക്കണം, അപ്പം അതിൻ്റെ തിരക്കിലാണ്. ഇപ്പോൾ ഒരു 10 വർഷമായിട്ട് ഒരേ സർക്കാർ തന്നെയാണല്ലോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി പുതിയൊരു സർക്കാർ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്, അതോ ഈ ഭരണത്തിൽ ഇഷ്ടപ്പെട്ടിരിക്കുകയാണോ? അതോ ഒരു പാർട്ടി തന്നെ തുടർച്ചയായിട്ട് ഭരിക്കുമ്പോൾ ഒരു മോണോപോളി പോലെ ആയിട്ട് മാറി അവരുടെ ആദർശങ്ങൾ മാത്രം ഇതാക്കുന്ന ഒരു അവസ്ഥ വരും. കഴിഞ്ഞ കൊല്ലം, അതായത് കഴിഞ്ഞ ഭരണവർഷ കാലത്ത് അധ്യാപകർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത്? അധ്യാപകരെക്കാൾ എനിക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് തോന്നിയേക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ്. റൊമാൻറ്റിക് വനിത ആർക്കോട്ടുള്ള പണിയാണല്ലോ. അതെ അതെ. നിങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ ഈ പരിപാടിക്ക്? അല്ല, കുറച്ച് പേരും കൂടി ഉണ്ട്. നിങ്ങൾ 4 പേര് മാത്രമാണല്ലോ ഈ ഇങ്ങോട്ട് കാണുന്നുള്ളൂ? ബാക്കിയുള്ളവരൊക്കെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൽ അധ്വാനിക്കുന്ന തൊഴിലാളികൾ. അതെ അതെ, ഞങ്ങളെല്ലാം പണിയെടുക്കും. പറയാത്തതും പറയുന്നതായ പണികളൊക്കെ എടുക്കും. അപ്പം അങ്ങനെയാണ് ഈ കഴിഞ്ഞ ഒരു 10 വർഷക്കാലം ഈ പറയുന്ന പണികളൊക്കെ എടുത്തൊരു സർക്കാരായിരുന്നു നമുക്കുണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായമുണ്ടോ? ഈ പറഞ്ഞ പോലെ മോശം സൈഡും ഉണ്ട്, നല്ല സൈഡും ഉണ്ട്. നമുക്ക് ഇങ്ങനെ എടുത്തു പറയാൻ പറ്റില്ല കംപ്ലീറ്റ് മോശമായിരുന്നു അല്ലെങ്കിൽ കംപ്ലീറ്റ് നല്ലതായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. 10 വർഷമായല്ലോ, മാറട്ടെ. ഇനിയുള്ളവർക്കും ചാൻസ് കൊടുക്കുക. ഈ യൂത്ത് ആയിട്ടുള്ള ഒരാൾ വരണമെങ്കിൽ അത്രയും നല്ലത്. ഏത് ഫീൽഡിലും മാറ്റം വേണം. മാറ്റം എന്നുള്ള വാക്കിനുള്ള മാറ്റമില്ലാത്തത്, മാറ്റം ഉണ്ടാവണം. ഇപ്പോൾ PSC ലിസ്റ്റിൽ വന്നവരുടെ കുറേ സമരങ്ങൾ, അതുപോലെ ആശാ വർക്കർമാരുടെ സമരം, ഇപ്പോൾ നഴ്സുമാരുടെ സമരം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ, ഇതിനൊന്നും പരിഹാരമായിട്ടില്ല ഇപ്പോഴും. നമ്മൾ ഒരുപാട് പേരുടെ കണ്ണീര് കണ്ടു. അതുകൊണ്ട് ഈ ഭരണം അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പോഴും. വിടവാങ്ങുക എന്നതാണ് ഫെയർവെല്ലിന്റെ അർത്ഥം. ഈ സർക്കാരിനോട് വിടവാങ്ങേണ്ട സമയം എത്തിയിരിക്കുന്നു എന്നതാണ് ഭൂരിപക്ഷം വിദ്യാർത്ഥികളുടെയും അഭിപ്രായം. കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ വിഷ്ണുവിനോടൊപ്പം ഇസ്സത്ത് സുൽഫിക്കർ, ന്യൂസ് മലയാളം.